40 വയസ്സിന് മുമ്പ് എങ്ങനെയാണ് നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾക്ക് റീപ്രോഗ്രാം ചെയ്യാൻ സാധിക്കുക? ലളിതമായ രക്തപരിശോധനയിലൂടെയും ജീവിതശൈലി മാറ്റങ്ങളിലൂടെയും എങ്ങനെ ഹൃദ്രോഗ സാധ്യത 90% വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും? യഥാർത്ഥത്തിൽ ജിമ്മിൽ പോയിട്ട് മസിൽ ഉണ്ടാക്കുന്നത് മാത്രമല്ല ഹൃദയാരോഗ്യം എന്നുള്ളതും നിങ്ങളുടെ ഉള്ളിലുള്ള രക്തധമനികളുടെ പ്രായം തിരിച്ചറിയുന്നതാണ് ഏറ്റവും പ്രധാനം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് എത്ര പ്രായമായി? ഇതുവരെ നിങ്ങൾ ഹാർട്ടിന് എന്തെങ്കിലും പരിശോധനകൾ നടത്തിയിട്ടുണ്ടോ? 40 വയസ്സിന് മുമ്പ് നമ്മൾ ഓരോരുത്തരും അറിയേണ്ട നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന 5 സുപ്രധാന സത്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിൽ ഏറ്റവും പ്രധാനം കുടുംബത്തിൽ ഹൃദ്രോഗമുണ്ടോ എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മുടെ കുടുംബത്തിൽ 50 വയസ്സിന് മുമ്പ് ഹൃദയാഘാതം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 25-30 വയസ്സിൽ തന്നെ പരിശോധനകൾ തുടങ്ങണം. പ്രത്യേകിച്ച് ലൈപ്പോപ്രോട്ടീൻ എ എന്ന പ്രത്യേക കൊളസ്ട്രോൾ പരിശോധിക്കുന്നത് വളരെ നന്നായിരിക്കും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ നമ്പറുകൾ അറിയാം. നമ്പർ എന്ന് വെച്ചാൽ ബി പി എത്രയുണ്ട്, ഷുഗർ എത്രയുണ്ട്, കൊളസ്ട്രോൾ എത്രയുണ്ട്, ഇതിന്റെയൊക്കെ കൃത്യമായ അളവറിയാം. 40 വയസ്സിന് മുമ്പ് നിങ്ങളുടെ ചീത്ത കൊളസ്ട്രോൾ 100ന് താഴെയും ബി പി ഒരു 120-80 എന്ന നിലയിലും നിലനിർത്തണം. ചീത്ത കൊളസ്ട്രോളും ബി പിയിലുള്ള ഒരു ചെറിയ വർധനവ് പോലും രക്തധമനികളിൽ ബ്ലോക്കുകൾ പതുക്കെ നിങ്ങൾ പോലും അറിയാതെ ഉണ്ടാക്കി തുടങ്ങും. ഇതിനെ സൈലന്റ് ഡാമേജ് എന്നാണ് പറയുക. അപ്പോൾ നമ്മളൊരു വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ അതിന്റെ സ്പീഡ് നോക്കുന്ന മീറ്ററിലോ അല്ലെങ്കിൽ പെട്രോളിന്റെ അളവോ നോക്കാതെ ഓടിച്ചാൽ വണ്ടി വഴിയിൽ കുടുങ്ങി പോകും. അതുപോലെ നിങ്ങളുടെ ശരീരത്തിലുള്ള ഈ അളവുകൾ അറിയാതെ നിങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ ശരീരമാകുന്ന വണ്ടി നിന്നു പോകും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഉറക്കം എന്നുള്ളത് ശരീരത്തിന്റെ ഒരു റിപ്പയറിംഗ് ആണ്, സർവീസിംഗ് ആണ് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയാം. ദിവസവും 7 മുതൽ 8 മണിക്കൂർ വരെ ഉറക്കം ലഭിക്കാത്തവരിൽ സ്ട്രെസ് ഹോർമോൺ കുത്തനെ കൂടുന്നു. ഇത് രക്തധമനികളിൽ നീർക്കെട്ടുണ്ടാക്കും, ഹൃദ്രോഗം ഉണ്ടാക്കും. ഇപ്പൊ സെയിൽസിൽ, IT മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന യുവാക്കൾക്കിടയിൽ ഇന്ന് ഹൃദ്രോഗം കൂടാനുള്ള പ്രധാന കാരണം കൊളസ്ട്രോൾ അല്ല, ഉറക്കക്കുറവാണ്. നാലാമത്തെ കാര്യം, വ്യായാമത്തിലെ എക്സർസൈസിലെ ചതിക്കുഴികൾ നമ്മൾ തിരിച്ചറിയാം. ഇപ്പൊ പെട്ടെന്നൊക്കെ ബോഡി ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന സ്റ്റിറോയിഡുകൾ, അമിതമായ വ്യായാമങ്ങൾ, ഇതൊക്കെ ഹൃദയ മാംസപേശികളെ കട്ടിയുള്ളതാക്കുകയാണ്. ഇത് പെട്ടെന്നുള്ള ഹൃദയ സ്തംഭനത്തിന് കാരണമാവും. ഹൃദയത്തിന് വേണ്ടത് സ്ഥിരമായിട്ടുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു നടത്തവും മിതമായിട്ടുള്ള വ്യായാമമാണ്. അഞ്ചാമത്തെ കാര്യം, പല്ലിന്റെ ആരോഗ്യവും ഹൃദയത്തിന്റെ ആരോഗ്യവും തമ്മിലുള്ള ബന്ധം നമ്മൾ തിരിച്ചറിയണം. മോണയിലുണ്ടാവുന്ന അണുബാധയിലെ ബാക്ടീരിയകൾ രക്തത്തിലൂടെ ഹൃദയത്തിലെത്തും, അവിടെ നീർക്കെട്ടുണ്ടാക്കും. കൃത്യമായിട്ട് പല്ലും മോണയും ശ്രദ്ധിക്കുന്നതും പരിശോധിക്കുന്നതും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കും. ഇനി ഹൃദയത്തെ സംരക്ഷിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ട 5 കാര്യങ്ങൾ. ഒന്നാമത്തത്, ചീത്ത ശീലങ്ങളോട് വിട പറയാം. പുകവലി, മദ്യപാനം, ലഹരികൾ, ഇതെല്ലാം 40 വയസ്സിന് മുമ്പേ തന്നെ സൈലന്റ് ആയിട്ട് ഹാർട്ടിനെ ബാധിച്ചു തുടങ്ങും. രണ്ടാമത്തത്, ജിമ്മിൽ പോകാൻ പറ്റില്ലെങ്കിൽ പോലും ദിവസവും ഒരു 30-40 മിനിറ്റ് നടക്കുക. മൂന്നാമത്തത്, ഭക്ഷണത്തിൽ നല്ലൊരു മാറ്റം വരുത്തുക. മധുരവും ഉപ്പും മൈദയും പകുതിയിലധികം കുറയ്ക്കുക. പകരം ധാരാളം പച്ചക്കറികളും നാരുകളുള്ള ഭക്ഷണങ്ങളും ഉൾപ്പെടുത്തുക. നാലാമത്തത്, ജോലിയിലെ സമ്മർദ്ദം വീട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കാം. ദിവസം ഒരു 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുക, ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യുക. ഇതൊക്കെ നമ്മുടെ സ്ട്രെസ്സും ബിപിയും കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. അഞ്ചാമത്തത്, കൃത്യമായ പരിശോധനകൾ ആവശ്യമുണ്ടെങ്കിൽ ചെയ്തുകൊണ്ടേയിരിക്കുക. കൊളസ്ട്രോൾ, ഷുഗർ തുടങ്ങിയവ രോഗം വരുന്നതിന് മുമ്പ് കണ്ടുപിടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ആറാമത്തത്, വയറിലെ കൊഴുപ്പ് കുറച്ചേ മതിയാവും. നിങ്ങളുടെ അരവണ്ണം നിങ്ങൾ അളന്ന് ശ്രദ്ധിക്കുക. അടിവയറ്റിലെ കൊഴുപ്പ് എന്ന് പറയുന്നത് ഹൃദ്രോഗം വരാനുള്ള സാധ്യത വളരെയധികം കൂട്ടുന്നുണ്ട്. അത് കുറയ്ക്കാൻ ശ്രമിക്കുക.